അങ്ങനെ ലൈവിൽ സംഭവിച്ചുള്ള വൻ അപകടത്തെ കുറിച്ച് പറയാനായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അങ്ങനെ ഷാനവാസിന് മെഡിക്കൽ ഇഷ്യൂ കാരണം ഷാനവാസ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്ത് പോകുമോ, അല്ലെങ്കിൽ നെവിൻ ഫിസിക്കൽ അസോൾട്ട് ചെയ്ത് എന്ന പേരിൽ നെവിനെ ബിഗ് ബോസ് പുറത്താക്കുമോ, ഇവരെ രണ്ടുപേരിൽ ഒരാൾ വാഴും. സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു CS റോക്കേഴ്സ്. സുഖമാണെന്ന് വിചാരിക്കുന്നു. എന്താണ് സംഭവിച്ചത്? അതായത് ഇന്ന് നമ്മുടെ നെവിൻ അവിടെ കിച്ചണിൽ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഷാനവാസും വന്നായിരുന്നു. അപ്പോൾ അവർ തമ്മിൽ എന്തൊക്കെയോ തർക്കങ്ങളൊക്കെ സംഭവിച്ചു, അടിയുണ്ടായി. ലാസ്റ്റ് നെവിൻ്റെ കയ്യിലുള്ള ഒരു പാലം പാക്കറ്റ് ഉണ്ടായിരുന്നു, അതെടുത്തിട്ട് നമ്മുടെ ഷാനവാസിന് മുഖത്തോട്ട് ഒറ്റ ഏറും. ആ എറിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ നെവിൻ്റെ ഒരു കൈ ഷാനവാസിന് നെഞ്ചത്ത് ഒരു ഇടി കിട്ടിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് മാത്രമല്ല ഷാനവാസിന് ഹാർട്ടിന് കുറച്ച് പ്രോബ്ലം ഉള്ളതാണ്, ഹാർട്ട് അറ്റാക്കൊക്കെ വന്നിട്ടുള്ളൊരു വ്യക്തിയാണെന്നൊക്കെ നമ്മുടെ ഷാനവാസ് പറഞ്ഞിട്ടുള്ളതായി നമുക്കറിയാം. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്നൊരു ഇടിയും കൂടെ കിട്ടിയത്. സത്യം പറയാലോ, ലൈവ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഞെട്ടിപ്പോവും. ഷാനവാസ് അപ്പം തന്നെ ഉമ്മയെന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്ന രംഗം കാണാൻ സാധിക്കുന്നുണ്ട്. ആ കുപ്പി പൊട്ടി ഷാനവാസ് അവിടെ ഇരിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഷാനവാസ് അവിടെ ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ അനീഷേട്ടൻ അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാവരും ഓടി വരുന്നുണ്ട്. അക്ബർ, ആര്യനെ ഒഴിച്ച് ബാക്കി എല്ലാവരും ഓടി വരുന്നുണ്ട്. വന്നിട്ട് എന്താ പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. വേഗം ബിഗ് ബോസ് അവിടെ നിന്ന് അനൗൺസ് ചെയ്യുന്നുണ്ട്. കയ്യങ്കളി പാടില്ല എന്ന് അനൗൺസ് ചെയ്തപ്പോഴേക്കും നമ്മുടെ നെവിനെ ഒറ്റ എറിഞ്ഞു കഴിഞ്ഞു, ഒരു ഇടിയും കിട്ടിക്കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഷാനവാസ് ഇങ്ങനെ ഇരുന്നു. അപ്പോഴേക്കും നമ്മുടെ ബിഗ് ബോസ് പറയുന്നത് വേഗം മെഡിക്കൽ റൂമിലോട്ട് കൊണ്ടുവരികയാണ്. അപ്പോൾ ഷാനവാസ് നിൽക്ക് ഒരു മിനിറ്റ് ഞാൻ ഇരുന്നോട്ടെ എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെയും എല്ലാവരും ആദില നൂറ് അവരെല്ലാവരും വന്നിട്ട് ഇങ്ങനെ പൊക്കി എടുത്തുകൊണ്ട് കുറച്ചുപേരും കൂടെ വന്നപ്പോൾ ഷാനവാസ് തീരെ പറ്റുന്നില്ല. ഞാൻ കുറച്ചുകൂടെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ വന്ന് ഇരിപ്പുണ്ട്, മറ്റേ സോഫേനെ തൊട്ട് പുറകിലായിട്ട് വന്ന് ഇരിപ്പുണ്ട്. അങ്ങനെ ഇരുന്ന് കുറച്ചേരം കൊണ്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ ആര്യനും അക്ബറൊക്കെ പറയുന്നുണ്ട് അത് വെറും അഭിനയമായിരിക്കും, കള്ളത്തര ചുമ്മാ അഭിനയിക്കുന്നതാണ് പുള്ളി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ സത്യം പറയായിട്ടുള്ള ഒരു പ്രാണവേന പിടിച്ചിരിക്കുന്ന സമയത്ത് വീണവായന എന്ന് പറഞ്ഞ പോലെയാണ്. സത്യത്തിൽ നല്ല രീതിയിൽ പരിക്ക് പറ്റിയെന്നാണ് ഞാൻ കാണുന്നവർക്ക് തന്നെ തോന്നുന്നു കേട്ടോ. എന്നിട്ട് ഷാനവാസ് പറയുന്നത് എനിക്ക് കുറച്ചേരം കടക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ ആ സോഫയിൽ തൊട്ട് താഴെ തന്നെ കടക്കുന്ന ഒരു രംഗം കാണാൻ സാധിക്കുന്നുണ്ട്. കുറച്ചേരം കടന്നപ്പോഴേക്കും നമ്മുടെ ഷാനവാസ് പറയുന്നുണ്ട് എനിക്ക് വയ്യ, എന്നെ മെഡിക്കൽ റൂമിൽ കൊണ്ടുപോകാൻ പറയുന്നുണ്ട്. അപ്പോഴേക്കും ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു വേഗം മെഡിക്കൽ റൂമിലോട്ട് കൊണ്ടുവരികയാണ്. എന്നിട്ട് എല്ലാവരും കൂടെ പിടിച്ചുകൊണ്ട് പോയി മെഡിക്കൽ റൂം കൺഫ്യൂഷൻ റൂമിൽ കൊണ്ട് ഇരുത്തി. അപ്പോഴേക്കും ആൾക്കാർ വന്നിട്ട് ഷാനവാസിനെ എടുത്തുകൊണ്ട് പോകുന്ന രംഗമാണ് കാണാൻ സാധിക്കുന്നത്. ഇതിൽ വളരെ വൻപിച്ച രീതിയിലുള്ള ഗുരുതര പരിക്കാണ് സംഭവിച്ചതെന്നൊന്നും അറിയത്തില്ല. ഷാനവാസ് എന്തായാലും നല്ല രീതിയിൽ വയ്യായികയുണ്ട്. ഷാനവാസ് ഈ കഥക്കണം നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. ആ മൈക്കിലൂടെ ഈ ഒരു ഒച്ച കേട്ടോണ്ടിരുന്നത്, ഈ ഒരു ഒച്ച നമുക്ക് കേൾക്കാൻ സാധിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വളരെ ടെൻഷൻ ആവുന്നുണ്ട്. ഇത് ലൈവ് കണ്ടുകൊണ്ടിരുന്ന ആൾക്കാരാണ് കമൻറ്റ് ചെയ്യട്ടോ. എന്തായാലും ഷാനവാസ് ഇപ്പോൾ മെഡിക്കൽ റൂമിലോട്ട് പോയിട്ടുണ്ട്. എന്തായാലും നെവിന് നല്ല രീതിയിൽ ടെൻഷൻ അടിച്ചാണ് പുറത്തു വന്നിരിക്കുന്നത്. അക്ബറും നെവിനായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. അയ്യോ എന്താ സംഭവിച്ചത്, ബിഗ് ബോസ് അനൗൺസ് ചെയ്തായിരുന്നു, ഇതൊന്നും അറിയാത്ത പോലെയാണ് നെവിൻ നിൽക്കുന്നത്. എന്തായാലും ഇതിൻ്റെ പേരിൽ ഇനി ഒരാളെ ഇവിടെ വാഴുള്ളൂ എന്നൊരു ബിഗ് ബോസ് ഒരു അനൗൺസ്മെൻറ്റ് ചെയ്യുകയെന്നുണ്ടെങ്കിൽ അത് വളരെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമായിരിക്കും നെവിൻ അല്ലെങ്കിൽ ഷാനവാസിന് എന്തായാലും മെഡിക്കൽ ഇഷ്യൂ ഒന്നും ഇല്ലാണ്ട് തിരിച്ചു വരട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം.